بسم الله الرحمن الرحيم. أحمد الله سبحانه وتعالى الذي بنعمته تتم الصالحات، وأصلي وأسلم على سيدنا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യനായ ഉസ്താദ് മമ്മുണ്ണി മൗലവി, ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി സാഹിബ്, കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ്, മലേഷ്യയിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ, മർഹബൻ ബിക്കും ദക്തൂറൻ അഫാദിൽ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം വാങ്ങാൻ പോകുന്ന വിദ്യാർത്ഥിനികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മഹാനായ ഇമാം ഹസനുൽ ബന്ന 1924 മിസ്റിലെ പ്രസിദ്ധമായ ദാറുൽ ഉലൂം സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വർഷം അദ്ദേഹത്തിൻ്റെ ഇൻഷാഇൻ്റെ അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടി ആയിരിക്കണം ഇൻഷാ എന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പല വിദ്യാർത്ഥികളും അവരുടെ ആഗ്രഹങ്ങൾ എഴുതി. ഇമാം ഹസനുൽ ബന്ന അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചത്: എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ലക്ഷ്യം, എൻ്റെ വിഷൻ 2ആണ്. ഒന്ന് തീർത്തും എൻ്റെ വ്യക്തിപരമായ ഒരാഗ്രഹമാണ്. അത് ഇസ്ആദു ഉസ്റത്തി, എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ എൻ്റെ ഉദ്ദേശം പൊതുവായ ഒരു ഉദ്ദേശമാണ്, മഹത്തായ ഒരു ഉദ്ദേശമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ, അത് ഉരീദു അൻ അകൂന മുർഷിദൻ മുഅല്ലിമൻ. ഞാൻ സമൂഹത്തിൻ്റെ ഒരു മുർഷിദാകുവാൻ, ഒരു മാർഗദർശിയാകുവാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഒരു മുഅല്ലിമാകുവാൻ ഉദ്ദേശിക്കുന്നു. പകൽ സമയത്ത് വിദ്യാർത്ഥികളെയും അതിനുശേഷം രക്ഷിതാക്കളെയും പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിം, ഒരു അധ്യാപകനാകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സമൂഹത്തിൻ്റെ മുർഷിദാകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. 1924 ഇൻഷാഇൻ്റെ നോട്ട് പുസ്തകത്തിൽ ആ ഒരു വാചകം എഴുതി വച്ചാണ് ഇമാം ഹസനുൽ ബന്ന ദാറുൽ ഉലൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. 4 വർഷത്തിനകം 1928 അധ്യാപകനായി നിയമിതനായ ഇസ്മായിലിയ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ആണ് അദ്ദേഹം 4 വർഷം മുമ്പ് എഴുതി വെച്ച നോട്ട് പുസ്തകത്തിലെ വാചകം യാഥാർത്ഥ്യമാക്കി അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് തകർന്ന മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതീക്ഷകൾ നൽകി വളർന്ന് ഇന്ന് 70-ലധികം രാജ്യങ്ങളിൽ ശാഖകളുള്ള പടർന്ന് പന്തലിച്ച, ലോകത്ത് മുഴുവനും പ്രത്യേകിച്ചും അറബ് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഇസ്ലാമിനെ ശക്തമായി 20-ാം നൂറ്റാണ്ടിൽ വളർത്തിക്കൊണ്ടുവന്നതിൽ
ഇന്നും ഇസ്ലാമിക നവജാഗരണത്തെ സജീവമായി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും 60,000-ഓളം രക്തസാക്ഷികളെ നൽകിയും 2 ലക്ഷത്തോളം മാരകമായി മുറിവേറ്റ പാവപ്പെട്ട മനുഷ്യരെ ബലിയർപ്പിച്ചും 20 ലക്ഷം വരുന്ന ആളുകളെ ഭവനരഹിതരാക്കിയും തുടരുന്ന എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒന്നാമത്തെ ഖിബിലയായ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അന്ന് ഇമാം ഹസനുൽ ബന്നക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ, അദ്ദേഹം ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് ഇതേ ഫലസ്തീൻ്റെ പേരിലായിരുന്നു. ഫലസ്തീനിൽ 1948 ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ ജിഹാദ് പ്രഖ്യാപിച്ചതിൻ്റെ പ്രതികാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊല. ഇന്നും ഒരു വിരോധാഭാസമായി ഇമാം ഹസനുൽ ബന്നയുടെ ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഫലസ്തീൻ വിമോചനത്തിൻ്റെ പോരാട്ടം നമ്മളുടെ ഈ കാലത്തും വലിയ 75 വർഷമായിട്ടും ആ പോരാട്ടം തുടരുകയും ആ പ്രസ്ഥാനം ഇമാം ഹസനുൽ ബന്നയുടെ പാതയിൽ രക്തസാക്ഷികളെ നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോട് ഇമാം ഹസനുൽ ബന്ന അന്ന് എഴുതി വച്ച ജീവിത ലക്ഷ്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? വാടാനപ്പള്ളി സ്ഥാപനങ്ങളിൽ പഠിച്ച് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ജീവിതത്തിൽ നിർവഹിക്കുവാനുള്ള ദൗത്യം എന്ത് എന്നതിനെ സംബന്ധിച്ച് ദീർഘമായി ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാലം നിങ്ങളിവിടെ പഠിച്ചത് എന്തിനായിരുന്നു എന്ന് നല്ലവണ്ണം അറിയുന്നവരാണ് നിങ്ങൾ. അത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സമൂഹത്തിൽ ഒരു വലിയ ദൗത്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ സാധ്യതകളുള്ള ഒന്നാണ് എന്ന് തെളിയിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ വാടാനപ്പള്ളി സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ വലിയ സ്ഥാനങ്ങളിലും തസ്തികകളിലും ഒക്കെ എത്തിപ്പെടുവാൻ അവരെ തുണച്ചത് ഒരു സംശയവുമില്ല ഈ സ്ഥാപനം തന്നെയാണ്. ഖുർആനും സുന്നത്തും ഫിഖുവും പഠിച്ച് കലക്ടറും സിവിൽ സർവീസുകാരനുമാകാം, വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അത് ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക വിദ്യാഭ്യാസം പഠിച്ച് ജോലി സാധ്യതകളുള്ള ഒരു സംഭവമാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന ഒരു സന്ദേശം നൽകുന്നതോടൊപ്പം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് അക്കാദമികമായ വലിയ സാധ്യതകളുണ്ട് എന്ന മെസ്സേജ് കൂടി ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ വാടാനപ്പള്ളി സ്ഥാപനം, നമ്മുടെ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ, അതുപോലെ തന്നെ ദാറുൽ ഹുദ, വാഫി തുടങ്ങിയ സ്ഥാപനങ്ങൾ പുതിയ അക്കാദമികമായ വിദ്യാഭ്യാസ രംഗത്തുള്ള അക്കാദമികമായ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ കൂടി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യവശാൽ ഇന്ത്യ രാജ്യത്തെ 20 കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമികമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. അതേ അവസരം അറബ് ലോകത്തുനിന്ന് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ തലക്കെട്ട് തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസം മുസ്ലിം ലോകത്ത് നിന്ന് കുടിയേറുന്നു, നാടുവിടുന്നു, യൂറോപ്പിലും അമേരിക്കയിലും അത് സ്ഥാനം ഉറപ്പിക്കുന്നു എന്നാണ്. അത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശരീഅത്തിൻ്റെ, ഖുർആൻ്റെ, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസർച്ച് ലോകത്ത് ശക്തമായി വരികയും യൂറോപ്യൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഈ ഉന്നത ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ലഭിക്കുകയും അങ്ങനെ ലോകത്തെ ഇസ്ലാമിക ശരീഅത്ത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് യൂറോപ്പിലും അമേരിക്കയിലും പ്രമുഖരായ വിദ്യാഭ്യാസ വിചക്ഷണർ, ഗവേഷകർ തെളിവുകൾ കണ്ടെത്തി അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ലോകത്തുണ്ടായി വരികയും
യൂറോപ്പിലെയും അമേരിക്കയിലെയും യൂണിവേഴ്സിറ്റികളിൽ ദിറാസാത്ത് ഇസ്ലാമിയ ഒരു വലിയ സംഭവമായി മാറുകയും ചെയ്തു. നമ്മുടെ ഗസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ള മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സാധ്യതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സദസ്സിലുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളും ഈ അക്കാദമിക സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുകയും പുതിയ കാലഘട്ടത്തിനും എല്ലാ കാലഘട്ടത്തിനും ഇസ്ലാം ഫിറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവേഷണ പഠനങ്ങളിലൂടെ തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, സഹോദരിമാർക്ക് വലിയ അവരുടെ സാധ്യതകൾ, അവർ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള അവരുടെ മുമ്പിലെ സാധ്യതകൾ തുറന്നു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ തൗഫീഖ് അവർക്കെപ്പോഴും അവരുടെ മേൽ അള്ളാഹു വർഷിച്ച് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.